എൻ്റെ പേര് ഷബീർ എന്നാണ്. ഞാൻ കോയാസ് ഹോസ്പിറ്റലിലെ മാനേജറായിട്ട് 12 വർഷമായി വർക്ക് ചെയ്യുന്നു. മുമ്പ് ഒരു ഇൻസിനേറ്റർ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്കൊന്നും വലിയ കപ്പാസിറ്റി ഇല്ലാത്തൊരു ഇൻസിനേറ്ററാണ്. എന്നും പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും മര്യാദയ്ക്ക് പ്രോപ്പർ വർക്കിംഗ് അല്ല, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ. നമുക്ക് PCB ആയിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഇൻസിനേറ്ററിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വന്നതിന് ശേഷമാണ് നിങ്ങളെ റിവോൾട്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതും അതിനനുസരിച്ച് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ അവർ പറഞ്ഞതിന് പ്രകാരമാണ് നമ്മളിവിടെ അത് ഇൻസ്റ്റാളേഷൻ ചെയ്തത്. ടീമായിട്ട് നല്ല എക്സ്പീരിയൻസ് ഒക്കെയാണ്. ഇവരായിട്ട് ഒരു 5 വർഷത്തെ ഒരു പരിചയം ഉണ്ടെങ്കിലും നമ്മൾ ചില കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു മെഷീൻ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളൊരു സർവീസിനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഇവരെ വിളിക്കുകയാണെങ്കിൽ ഒരു റെസ്പോൺസ് ഇല്ല, ഒരു ക്വിക്ക് റെസ്പോൺസ് ആണ്. അതുകൊണ്ട് അതൊക്കെയാണ് നമ്മൾ ഇവരെ ചൂസ് ചെയ്യേണ്ടായ കാരണം. ഇപ്പോൾ ഇവർക്ക് വീണ്ടും വീണ്ടും പ്രൊജക്റ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. റിവോൾടെക്കിന്റെ ഒരു ക്വാളിറ്റി. നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽസുകളൊക്കെയാണ് അവർ കളക്ട് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിൽസും പിന്നെ പ്ലാസ്റ്റിക് കവേഴ്സ് ഒക്കെ. അത് പിന്നെ കോർപ്പറേഷന്റെ ഒരു എന്താ പറയാ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അവർക്ക് തന്നെ കൊടുക്കണം. ഇവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിതകർമ്മസേനന്റെ നമ്മൾ പേയ്മെന്റ് അങ്ങോട്ട് കൊടുത്തിട്ടാണ് വേസ്റ്റ് എടുക്കുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല. ഹരിതകർമ്മസേന എന്ന് പറയുന്ന ടീമിന് ഇവർ കൊടുക്കാൻ പറഞ്ഞതിന്റെ പേരിൽ മാത്രം നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. സോ തീർച്ചയായിട്ടും റിവോൾടെക് അല്ലേ, നമുക്കിപ്പോൾ ഇൻസിഡന്റ് വരുമ്പോൾ നമുക്ക് വേഗം നമ്മുടെ മൈൻഡിലേക്ക് വരും റിവോൾടെക്. അപ്പോൾ അവരെ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും.